Hello, my children. Welcome to our classroom. I hope all of you are doing very good there. So today we're going to look at a poem named as An Elementary School Classroom in a Slum, written by Stephen Spender. So here, before we get into the poem, I just want to ask you some question. Have you ever been in a slum? Or what do you know about slum? നിങ്ങൾ എപ്പോഴെങ്കിലും സ്ലം സന്ദർശിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്താണ് സ്ലമ്മിനെ കുറിച്ച് അറിയാം? എന്താണ് സ്ലം, ബൈ ദ വേ? സ്ലം എന്ന് പറഞ്ഞാൽ ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മൂവീസിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, കാണാത്തവരുണ്ടെങ്കിൽ. അതായത് ഇപ്പം സ്ലം ഡോഗ് മില്ലിയനർ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്. അതിലൊക്കെ ആ സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും സ്ലമ്മിലെ ഏകദേശം ഒരു അവസ്ഥ. അതായത് എന്താ പറയുക, വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ലൈഫാണ്. അവർക്ക് ഫെസിലിറ്റീസ് വളരെ കുറവായിരിക്കും. ഈവൻ പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ തന്നെ കുറവായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അവിടെ ദാരിദ്ര്യമുണ്ട്, അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സംഭവങ്ങളില്ല. ഒരുപാട് ജനങ്ങളുണ്ടായിരിക്കും. മീൻസ് കുഞ്ഞു അങ്ങനെ ഒരു കുടികുടിൽ പോലത്തെ വീടുകൾ ഇടുങ്ങി താമസിക്കുക, അങ്ങനെയുള്ളൊരു സംഭവം. അത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ നല്ലൊരു ഐഡിയ കിട്ടും. കാരണം അതിലൊരുവിധം കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട് സ്ലമ്മിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ലമ്മിലെ ഒരു സ്കൂളിലേക്കാണ്, അവിടെ ഒരു ക്ലാസ് റൂമിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഓക്കെ, സോ ഹിയർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോം നമ്മുടെ കയ്യിൽ എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോം എഴുതിയിരിക്കുന്നത് ആരാണ്? സ്റ്റീഫൻ സ്പെൻഡർ എന്ന് പറയുന്ന പോയറ്റ്. ഹി ഈസ് വെൽ നോൺ ഇംഗ്ലീഷ് പോയറ്റ് ആൻഡ് എസ്സേയിസ്റ്റ്. You know what is the peculiarity of this man is? This man is like, he was very interested in politics, or like എങ്ങനത്തെ പൊളിറ്റിക്സ്? നമ്മൾ സാധാരണ കാണുന്ന പൊളിറ്റിക്സ് അല്ല, വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ്. അതായത് സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ട്, അപ്പോൾ അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള പീപ്പിളുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ടൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് എന്താ പറയുക വർക്ക് ചെയ്യുന്ന ഒരു ആളാണ് ഈ സ്റ്റീഫൻ സ്പെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിൽ അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ തന്നെ ഇദ്ദേഹം പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുകയും ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ഒരു മനുഷ്യനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് റൂം, ഒരു സ്ലമ്മിലെ ഒരു ക്ലാസ് റൂമാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. പക്ഷെ ആ ഒരു പോയത്തിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ. ഈ സ്ലമ്മില്, ഇങ്ങനെ ഒരു സ്ലമ്മില് നമ്മുടെ ഇന്ത്യയിൽ എന്നല്ല, ഈ ലോകത്തിൽ മൊത്തം ഉള്ള വലിയൊരു എമൗണ്ട് ഓഫ് ചിൽഡ്രൻ, അവരുടെ അവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, മാത്രമല്ല ഇത് നമ്മളുടെ കൂടി ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 ഒക്കെ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ അത്യാവശ്യം സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒക്കെ ആവേണ്ട പ്രായമായി. അപ്പൊ നമ്മളിത് മനസ്സിലാക്കുന്നു, റിയലൈസ് ചെയ്യുന്നു. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളാൽ കഴിയുന്ന എന്ത് കോൺട്രിബ്യൂഷൻ ആണ് ഇങ്ങനത്തെ അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക എന്ന് നമ്മൾ ആലോചിച്ച് തുടങ്ങാൻ കൂടി പോവുകയാണ്. സോ before all of that, we're gonna look at here Stephen Spender. I have a paragraph here, let's read it. Was an American poet and an essayist. He left University College, Oxford without taking a degree and went to Berlin in 1930. Spender took a keen interest in politics and declared himself to be a socialist and pacifist. What is pacifist? Pacifist means a person who are interested to keep peace in society, you know. അതായത് പെസിഫിക് സമാധാനവാദി എന്നാണ് അർത്ഥം. And books by Spender include poems of dedication, the urge of being, the creative element, the struggle of the modern, and on a autobiography, World Within World. In An Elementary School Classroom in a Slum, he has concentrated on themes of social injustice and class inequality. So in this poem, what he's concentrated on of social injustice and class inequality. സാമൂഹ്യ നീതിയും ക്ലാസ് ഇനിക്വാലിറ്റി മീൻസ് ഈ എന്താ പറയാ, നമുക്കറിയാലോ പല ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ സൊസൈറ്റിയിൽ തന്നെ, അവരുടെ ഉള്ള ആ ഒരു ഇനിക്വാലിറ്റീസ്, ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓഫ് കോഴ്സ് ഇതിന്റെ എല്ലാ വർക്ക്സിലും ഇതൊക്കെ തന്നെയാണ് കാണാൻ പറ്റുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈസ് എ സോഷ്യലിസ്റ്റ് ആൻഡ് എ പെസിഫിസ്റ്റ്. ആൻഡ് ഓൾസോ ഹിയർ ഇദ്ദേഹത്തിന്റെ ഒരു മെയിൻ സംഭവം നമ്മൾ പറഞ്ഞു അല്ലേ, അത് ഓക്സ്ഫോർഡിലൊക്കെ ഒരു സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞ വലിയ കാര്യം. അപ്പൊ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആള് അതൊക്കെ വിട്ടിട്ടാണ് എന്താ പറയുക സോഷ്യൽ ആക്ടിവിസത്തിന് വേണ്ടി പുറപ്പെട്ടത്. അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റും അദ്ദേഹത്തിന്റെ പാഷനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മള്
ഇവിടെ നമുക്കൊരു പാരഗ്രാഫാണ് സ്റ്റീഫൻ സ്പെൻസറിനെ കുറിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. അതൊന്നും ആരുടെയും സഹായം ചെയ്യാൻ വേണ്ടാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊന്നും ഒരു ടീച്ചറോ അല്ലെങ്കിൽ വേറെ ആരോ എന്താ പറയുക റെഫർ ചെയ്തത് പോയി വായിക്കുകയല്ല, നമ്മൾ സ്വയം കണ്ടെത്തുക. ഇവർ ഈസി അല്ലേ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കണ്ടെത്തുക. അത് രസകരമായ ആക്ടിവിറ്റീസും അതിലൂടെ ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി ലെറ്റ്സ് go to the classroom there. Okay, so all together നമ്മളെല്ലാവരും കൂടി പോവാണ് നമ്മുടെ പോയിന്റിന്റെ കൂടെ എങ്ങോട്ട്? to the classroom in a slum. yes, slumമിലുള്ള ക്ലാസ് റൂം. അപ്പൊ സ്ലം എന്താണെന്നൊരു ഐഡിയ കിട്ടിയില്ലേ? yes. now far far from gusty waves these children's face like rootless weeds, the hair torn round their pallor, the tall girl with her weighed down head, the paper seeming boy with rat's eyes, the stunted, unlucky heir of twisted bones, reciting a father's gnarled disease, his lesson from his desk. At back of the dim class, one unnoted, sweet and young. His eyes live in a dream of squirrel's game in tree room, other than this. So here, ഈ പോയത്തിന്റെ പ്രത്യേകത, this poem is written in free verse. What is free verse? Free verse means നിങ്ങൾ ഗദ്യ കവിത എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഗദ്യം പോലെയുള്ള കവിത, പ്രോസ് പോലെയുള്ള പോം, അതാണ് ഈ ഫ്രീ വേഴ്സ്. ഫ്രീ വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ഈ പോയറ്റിന് ഒരു റൈം സ്കീം ഇല്ല. മനസ്സിലായ? അതായത് പ്രോസ് പോലെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ വായിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. ഇതിന്റെ ഓരോ ലൈൻസും എൻഡ് ചെയ്യുക മിഡിലായിരിക്കും, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫ്രേസിലായിരിക്കും ഒരുപാട് മീനിങ് ഉണ്ടാവുക. അപ്പൊ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. Far far from gusty waves these children's face. So here our poet just visited a classroom and what he sees there, എന്താണ് അവിടെ കണ്ടത്? അവിടെ കണ്ട കാര്യങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ പെട്ടത് കുറച്ച് കുട്ടികളിലാണ്. അപ്പൊ in the first stanza he describes about the children there in the classroom which is located in a slum area. Far far from gusty waves these children's face. കുട്ടികളുടെ മുഖത്തേക്കൊക്കെ നോക്കി. Far from the gusty waves. What is gusty waves? Gusty waves means actually the meaning is a kind of breezy wind, കുളിർക്കാറ്റ്, പ്രകൃതിയുടെ കാറ്റ്. ബട്ട് ഹിയർ ഇൻ ദ പോം ഗസ്റ്റി വേവ്സ് മീൻസ് നേച്ചർ. നേച്ചറിനെയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫാർ ഫാർ ഫ്രം ഗസ്റ്റി വേവ്സ് മീൻസ് ഫാർ ഫാർ ഫ്രം, ടു മച്ച് ഫാർ ഫ്രം ദ നേച്ചർ, ഫ്രം ദ ലാപ്പ് ഓഫ് നേച്ചർ. പ്രകൃതിയുടെ മടിത്തട്ടിൽ നിന്നും ഒത്തിരി ഒത്തിരി ദൂരെയാണ് ഈ കുട്ടികളുടെ മുഖം, അല്ലെങ്കിൽ ഇവരുടെ മുഖം കണ്ടപ്പോൾ ഇവർ പ്രകൃതിയുടെ മടിത്തട്ടിൽ നിന്നും വളരെയധികം ദൂരെയാണല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി എന്ന് നമുക്കിതിനെ മലയാളി കേൾക്കാം. അതായത് ഫാർ ഫാർ ഫ്രം ഗസ്റ്റി വേവ്സ് ദീസ് ചിൽഡ്രൻസ് ഫേസ് ലൈക്ക് റൂട്ട്ലെസ് വീഡ്സ്. ലൈക്ക് എങ്ങനെയാണെന്നാണ് പറയുക, കമ്പാരിസൺ ആണ് അവിടെ വരുന്നത്. എങ്ങനെയാണ്? റൂട്ട്ലെസ് വീഡ്സ്. വാട്ട് ഈസ് റൂട്ട്ലെസ് വീഡ്സ്? Rootless weeds. Weeds is a kind of plant often we can see in the fields, you know. ആർക്കും ആവശ്യമില്ലാതെ യാതൊരു വളം ഇട്ട് കൊടുക്കാതെ ഒത്തിരി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന തരം ചെടികളില്ല, അതിനെയാണ് വീഡ്സ് എന്ന് പറയുക. ഒരു ഉപയോഗവും ഇല്ലാത്ത ഉപയോഗശൂന്യമായ ചെടികൾ. ലൈക്ക് റൂട്ട്ലെസ് വീഡ്സ്, യൂസ്ലെസ് വീഡ്സ്. സോ ഹിയർ when the poet sees these children, what he feels, he feel like these children are like rootless weeds. ആർക്കും ആവശ്യമില്ലാത്ത പാഴ്ചെടികളെ പോലെ കുറച്ച് കുട്ടികൾ. The hair torn round their pallor. മുടിയെല്ലാം കംപ്ലീറ്റ് ആയി കെട്ടിവെക്കാതെ മുഖത്തേക്ക് അവരുടെ pallor. What is the meaning of pallor? You should say the meaning for me because yes, pallor is not a new word. നമ്മൾ മദർ അറ്റ് 66 പഠിച്ചിട്ടുണ്ടാവുകയുള്ളൂ. യെസ്, pallor പറഞ്ഞാൽ പെയിൽനെസ്, വിളറിയ ആ ഒരു പെയിൽനെസ്. ഓക്കെ, ആ ഒരു ക്ഷീണം. ഇവിടെ നമുക്ക് ക്ഷീണം, വിത്തൗട്ട് എനി എനർജി, ഡൾനെസ് എന്നൊക്കെ പറയാം. സോ അവരുടെ ആ ഒരു എനർജി ഇല്ലാത്ത ആ പെയിൽ, ആ വിളർച്ച കൊണ്ടുള്ള വാടിയ മുഖത്തേക്ക് മുടിയെല്ലാം കയറി എടുക്കുകയാണ്. അതായത് മുടി അൺടൈഡി. ടോട്ടലി ഇവിടെ എന്താ അർത്ഥം വെച്ചാൽ ദേ ആർ അൺടൈഡി ബിക്കോസ് ദേ ആർ റൂട്ട്ലെസ് വീഡ്സ്. അല്ലെ, റൂട്ട്ലെസ് വീഡ്സ് ഇങ്ങനെ മൊന്തയും കാടും പിടിച്ച് നിൽക്കുന്ന ചെടികളെ ആരെങ്കിലും കട്ട് ചെയ്ത് ബുഷ് ചെയ്ത് വെക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ ദേ ആർ അൺടൈഡി. അതുപോലെ തന്നെയാണ് കുട്ടികളും അശ്രദ്ധയോടുകൂടി തന്നെയാണ് ക്ലാസ് റൂമിലേക്ക് വന്നിരിക്കുന്നത്, മുടിയൊന്നും കെട്ടിവെക്കാതെ. ഹെയർ ടോൺ റൗണ്ട് ദെയർ പാലർ എന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ കവി പോയിറ്റ് എന്താ അർത്ഥമാക്കുന്ന വെച്ചാൽ ദേ ആർ അൺടൈഡി.
ഇനി കണ്ടവരെ ഓരോരുത്തരായിട്ട് പറയാണ്, ശ്രദ്ധിക്കുക. The tall girl with her way down head. ഫസ്റ്റ് ആരാണ് കണ്ടത്? A tall girl. He saw a tall girl and her head was head down. He was laying like head down. തല താഴ്ത്തി ഇങ്ങനെ കിടക്കുക. Weighing down head എന്നാ പറഞ്ഞത്. ഭാരം കൊണ്ട് താഴ്ത്തപ്പെട്ട തല. What is that? Maybe because of the poverty or by the ashamedness, because she's from a slum. അപ്പോൾ ഷെയിംനെസ് കൊണ്ടാവാം, അതല്ലെങ്കിൽ പോവർട്ടി കൊണ്ടാവാം, ക്ഷീണം കൊണ്ടാവാം, തല താഴ്ത്തി അങ്ങനെ കിടക്കുന്ന a tall girl. Then the paper seeming boy with rat's eyes. Paper seeming boy. What's that? Yes. Next he saw a boy with like a paper. നമ്മൾ പറയും ഒരു പെൻസിൽ പോലത്തെ എന്നൊക്കെ പറയില്ലേ, ഇത് പേപ്പർ പോലത്തെ എന്നാ പറഞ്ഞത്. അത് അത്രയും സ്ലിം ആയിട്ടുള്ള ഒരു കുട്ടിയെയാണ് കണ്ടത്. With rat's eyes. What's that? Rat's eyes. എന്താണ് rat's eyes? Rat's eyes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിയുടെ കണ്ണുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എലിയിലൊക്കെ ക്ലോസ് ആയിട്ട് കണ്ടിട്ടുണ്ടോ? അതായത് ഇവര് ഈ കുഞ്ഞു കണ്ണുകൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് അവർക്ക് എപ്പോഴും ഒരു ഗ്രീഡിനെസ് ആണ്, ഒരു ആർത്തിയാണ്, ഒക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു എന്തോ ഒരു വെപ്രാളാണ് എലികൾക്ക് എപ്പോഴും വെച്ചിട്ട്. അപ്പോൾ ഈ റാറ്റ്സ് ഐസ് പോലെ ആളിത്രയേ ഉള്ളൂ, ഇത്രയില്ല, ഒരു പേപ്പറിന്റെ അത്രേ ഉള്ളൂ. പക്ഷെ with rat's eyes, he can see the greediness in the eyes of this paper seeming boy. And the stunted, ആ വാക്ക് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുക? സ്റ്റണ്ടഡ് ഒന്നും ആരും വായിക്കരുത്. സ്റ്റണ്ടഡ്, TED നമ്മൾ TED. സോ സ്റ്റണ്ടഡ് unlucky air means hair എന്ന് വായിക്കരുത്. air means what? എന്താ പറയുക, നമ്മൾ പിൻഗാമി എന്നൊക്കെ പറയില്ല, അതായത് ഇൻഹെറിറ്റർ അല്ലെങ്കിൽ ആൻസിസ്റ്റർ ഇങ്ങനെ പറയാം. അപ്പോ ഇവിടെ unlucky air, the stunted unlucky air of twisted bonds, reciting father's gnawed disease, his lesson from his desk. ആ ലൈന് ശരിക്കും ഡിസോർഡർ ആയിട്ടാണ് കിടക്കുന്നത്. അതായത് പോയത്തിന് വേണ്ടി അങ്ങനെ എഴുതി, ശരിക്കും അവിടെ ലൈൻ വരെ എങ്ങനെയാ? The stunted unlucky air of twisted bonds, yes, is reciting his poem from his desk and he got his father's gnawed disease. Next, മൂന്നാമതായിട്ടൊരു കുട്ടിയെ കണ്ടു. He's physically disabled. He has this gnawed disease from his father. Gnawed disease means a kind of disease, not a rough disease. Like നിങ്ങൾ കണ്ടു കാണും ചില കുട്ടികൾ ഈ മാൽന്യൂട്രീഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ആഹാരത്തിന്റെ ഒക്കെ കുറവ് കാരണം തന്നെ കൈയും കാലൊക്കെ വളഞ്ഞൊക്കെ ഉള്ള കുട്ടികളെ കണ്ടിട്ടില്ലേ, കുറച്ച് വികലാംഗ രൂപത്തിലുള്ള. അപ്പൊ അങ്ങനത്തെ ഒരു ഹി ഗോട്ട് ഫ്രം ഹിസ് ഫാദർ. ദെൻ ഹീസ് റിസൈറ്റിംഗ് ഹിസ് പോം ഫ്രം ഹിസ് ഡെസ്ക്. അവന്റെ ഡെസ്ക് അവിടെ ഇരുന്നിട്ട് അവന്റെ പോം അല്ലേ വായിക്കുന്ന പാഠം അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ബട്ട് വാട്ട് ഹി ഗോട്ട് ഫ്രം ഹിസ് ഫാദർ ജസ്റ്റ് ദ നോൾ ഡിസീസ്. ആ ആൻസിസ്റ്ററായിട്ട് ആ പാരമ്പര്യമായിട്ട് കിട്ടിയത്, അച്ഛനിൽ കിട്ടിയത് ഈ രോഗം മാത്രമാണ്. അപ്പൊ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു കുഞ്ഞിനെ കൂടി നമ്മുടെ പോയിന്റ് അവിടെ കണ്ടു. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ? എ ഫാദേഴ്സ് നോൾ ഡിസീസ്. എന്തുകൊണ്ടാണ് അച്ഛന്റെ രോഗം തിരിച്ചു കിട്ടിയെന്ന് പറയാൻ കാരണം? ബിക്കോസ് യെസ് ദർ ഫ്രം സ്ലം. അച്ഛന്റെ അച്ഛനും ഒക്കെ സ്ലമ്മിലായിരിക്കും. അപ്പൊ എന്താ അവിടെ ഉണ്ടാവുക? സ്ലമ്മിലൊന്നുമില്ല. സ്ലമ്മിൽ ഉണ്ടാവുക എന്തായിരിക്കും? കുറെ അസൗകര്യങ്ങൾ, കുറെ രോഗങ്ങള്, കുറെ മാനസികമായ പ്രശ്നങ്ങള്. ഇതൊക്കെ സ്ലമ്മിൽ നമ്മൾ പ്രതീക്ഷിക്കാവൂ. അല്ലെ ഇതേ ഉള്ളൂ സ്ലമ്മിലെ കുട്ടികൾക്ക്. മക്കളെ, ഇത് ശരിക്കും സ്ലം എന്ന് പറയുന്നതും അവിടെ ഒരുപാട് കഷ്ടപ്പെടുന്ന കുട്ടികൾ ഉള്ളതും വെറും കഥയോ കവിതയോ അല്ല, ശരിക്കും ഉള്ളതാണ്. നമ്മളത് അറിയണം. ഓക്കെ, നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു വിഭാഗം നമ്മളെപ്പോലത്തെ കുട്ടികൾ, നമ്മളെപ്പോലത്തെ ആൾക്കാർ അവിടെ ഉണ്ട്. പഠിക്കാൻ ആഗ്രഹമുള്ളവര്, ജോലിക്ക് പോകാനാഗ്രഹം, പുറലോകം കാണാൻ ആഗ്രഹമുള്ളത്, ഈ പറഞ്ഞ പോലെ ഗസ്റ്റി വേവ്സ്, ആ ഒരു ബ്രീസ്, ആ തണുത്ത കാറ്റും പ്രകൃതിയുടെ ലാളനയും തല്ലോടലൊക്കെ കിട്ടണമെന്ന് ആഗ്രഹമുള്ള കുഞ്ഞുമക്കളൊക്കെ ഉള്ള ഒരു ലോകവും നമ്മുടെ ഇടയിൽ ഉണ്ട്. അതുകൂടി ഓർമ്മിപ്പിക്കണം. Now, where we are at back of the dim class on one unnoted. Now finally the poet saw one more boy at the back of the dim class, because the class was dim, there is no light, it is dark. So the back side of the class was dark and he unnoted. That's why he's not suddenly noticeable, and he saw a young and sweet one there. Okay, ഒരു young and sweet ആയിട്ടുള്ള ഒരു കൊച്ചിനെ കണ്ടു last. Then his eyes live in a dream of squirrels game in tree room other than this.
other than this here means this class. So it seems that he's not that much of interested in the class, and he's interested in yes, there was a squirrel who was playing on the tree, and he was looking at him, and he can see the dream, the hope, the brightness in his eyes of the last one, the young and sweet one. Yes, some backbenchers are like that, right? Yes, it's okay. By the way, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും ക്ലാസ്സിൽ, ക്ലാസ്സൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടാവും മിസ് അവിടെ, നോ പ്രോബ്സ്, ബട്ട് ഐ എം ഇൻട്രസ്റ്റഡ് ഔട്ട്സൈഡ്. യെസ്, ഔട്ട്സൈഡിൽ സ്ക്യൂരൽസ് ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ മറ്റു പലതുണ്ടായിരിക്കാം, അങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് എനിക്കറിയാം. ബട്ട് എന്നാലും അവരും നമ്മുടെ ഒപ്പം വരും അല്ലേ? യെസ്, വരണം. യെസ്, അങ്ങനെ ഒരു ബാക്ക് ബെഞ്ച് എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷനോ ഒരു ഡിവിഷനോ ഒന്നും ഇല്ല. എല്ലാ ബെഞ്ചും ഒന്ന് തന്നെയാണ്, എല്ലാ ബെഞ്ചിലും നമുക്ക് ഇരിക്കാനുള്ളത് തന്നെയാണ്. പക്ഷെ ചില ആൾക്കാർ വല്ലാണ്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല, പുറത്ത് നോക്കിയിരിക്കും. പക്ഷെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ വേണ്ട, ക്ലാസ്സിലും കൂടി ശ്രദ്ധിച്ചോ, പുറത്തേക്ക് നോക്കണ്ടെന്ന് മിസ് പറയില്ല. പക്ഷെ ക്ലാസ് ഒരു പാവം മിസ് കഷ്ടപ്പെട്ട് എടുക്കല്ലേ, അപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിക്കണം. മിസ് ഒരു മിസ് ക്ലാസ് എടുക്കുമ്പോൾ ഒരിക്കലും അത് ഫ്രണ്ട് ബെഞ്ചർക്കോ അല്ലെങ്കിൽ ആദ്യത്തെ 2-3 ബെഞ്ചർക്കോ വേണ്ടിയല്ല, മൊത്തം ക്ലാസ്സിനായിട്ട് എടുക്കണം. അപ്പൊ നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ക്ലാസ് ശ്രദ്ധിക്കുക എന്നുള്ളത്. ഓക്കെ, പുറം ലോകം നമുക്ക് വേണ്ടി അവിടെ കാത്തിരിക്കും, നമ്മൾ അങ്ങോട്ട് ചെല്ലും. ഇനി അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസ് അവിടെ കഴിഞ്ഞു. എന്താണ് ഫസ്റ്റ് സ്റ്റാൻസിൽ പറഞ്ഞിരിക്കുന്നത്? യെസ്, വാട്ട് ദ പോയറ്റ് sees at the time when he entered the classroom. He sees a group of students there, a group of children there, and what was his feel? His feel was like he just compared these children into rootless weeds because they looks untidy, and this he saw a tall girl with veiled down head and a paper seeming boy with rat eyes. Then what he saw next? Yes, a disabled boy. His body is shapeless. He has this gnawed disease from his father, and he was reciting his poem over there on his desk. And last, finally, he found one smart, young, sweet boy at the back side of the dim class, and he can see the brightness and hope in the eyes of that boy, even though he's not interested in the class, but he's interested outside, and there was a squirrel which is playing over there. So this is the first stanza, and I just want to ask you guys, have you seen any poetic device or figure of speech there? Yes, there is. ഫസ്റ്റ് സ്റ്റാൻസയിൽ റിപ്പിറ്റേഷൻ ഉണ്ട്, സിമിലി ഉണ്ട്, മെറ്റഫർ ഉണ്ട്. അപ്പം നമ്മുടെ മുന്നത്തെ എപ്പിസോഡുകൾ, ഈ ഫിഗർ ഓഫ് സ്പീച്ചിന്റെ എപ്പിസോഡ്സ് ഒക്കെ കണ്ട കുട്ടികളാണെന്നുവെച്ചെങ്കിൽ നിങ്ങൾക്കറിയാം എവിടെയാണ് റിപ്പിറ്റേഷൻ വന്നിരിക്കുന്നത്, എവിടെയാണ് സിമിലി വന്നിരിക്കുന്നത്, എവിടെയാണ് മെറ്റഫർ വന്നിരിക്കുന്നതെന്ന്. അപ്പൊ അത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കോ, എന്നിട്ട് കമന്റ് ചെയ്യോ. ഒരെണ്ണം ഞാൻ പറയാം നിങ്ങൾക്ക് വേണ്ടി. far from gusty, far from gusty, what's that? Repetition. Yes. ഇനി സിമിലി ഉണ്ട്, ഇത് എല്ലാം എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കോ. Like rootless weeds, there is simile. Then seeming paper, seeming boy, there is metaphor. അപ്പോൾ ഇങ്ങനെ ഇനിയും കാണും. നെക്സ്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കണം, എന്നിട്ട് എനിക്ക് കോമെന്റ് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക്, സ്റ്റാൻസയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. On sour cream walls, donations. Shakespeare's head, cloudless at dawn, civilized dawn riding all cities. അടുത്തത് കുട്ടികളെ കണ്ടു. നെക്സ്റ്റ് പോയറ്റ് ക്ലാസ് റൂമിലേക്ക് ഒന്ന് നോക്കി, ക്ലാസ് റൂം റൗണ്ട് ചെയ്ത് നോക്കി, കണ്ണൊടിച്ചു. വാട്ട് ഹി സീസ് ദർ, എന്താണ് അവിടെ, വാട്ട് ഹി സീസ് ദർ, സോറി, എന്താണ് അവിടെ കണ്ടത്? ഓൺ സോർ ക്രീം വാൾസ്, ഡൊണേഷൻസ്. He saw the wall is like a off-white cream, which means that it's the wall is like very old, not mended well, paint ഒന്നും അടിക്കാതെ ഒരു മഞ്ഞ ഒരു wall ഉണ്ട്. And he can see a lot of donations over there. What's that? വോൾ മേൽക്ക് നോക്കിയപ്പോൾ ഒരുപാട് ഡൊണേഷൻസ് ആണ് കാണാൻ പറ്റിയത്, സംഭാവനകൾ. എന്താ വോൾമേ ഡൊണേഷൻസ്? യെസ്, ഹി സോ സം പിക്ചേഴ്സ്, ചാർട്ട്സ്, സംതിങ് ഹാങ്ങിങ് ഓൺ ദ വോൾ. ഓഫ് കോഴ്സ് അതൊക്കെ ആരെങ്കിലുമൊക്കെ ഡൊണേറ്റ് ചെയ്തായിരിക്കും എന്നാണ് നമ്മുടെ പോയറ്റ് പറയുന്നത്. ഷേക്സ്പിയേഴ്സ് ഹെഡ്, cloudless at dawn, civilized dawn riding all cities. Very nice expression or very nice usage here in a very funny way. It's an irony actually. Here, Shakespeare's head. ആദ്യം തന്നെ കണ്ടുപോയത് ഷേക്സ്പിയറിന്റെ ഒരു പോർട്രേറ്റ്.
ഷേക്സ്പിയറിന്റെ ഫോട്ടോ ഇപ്പൊ മിസ് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിസ്സിന്റെ ക്ലാസ്സിലുണ്ടായിരുന്നു ഷേക്സ്പിയറിന്റെ ഒരു ഫോട്ടോ. എനിക്ക് ഇത് വായിച്ചപ്പോൾ സെയിം ഫോട്ടോ ആയിരിക്കുമോ അവിടെ ഉണ്ടായിരുന്ന ഒരു സംശയം. കാരണം ഒരു ഫോട്ടോ നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് മുടിയില്ലാത്തൊരു ഫോട്ടോ ഉണ്ട് ഷേക്സ്പിയറിന്റെ. അപ്പൊ അത് കണ്ടപ്പോൾ എങ്ങനെയാണ് അതിനെ പറയുന്നത് ഇവിടെ വളരെ ഫണ്ണി ആയിട്ട്, ക്ലൗഡ്ലെസ് അറ്റ് ഡോൺ സിവിലൈസ്ഡ് ഡോം റൈഡിങ് ഓൾ സിറ്റീസ്. ഈ നമ്മളുടെ ഉദയസൂര്യൻ ഉണ്ടല്ലോ, റൈസിംഗ് സൺ ഇപ്പൊ നമ്മൾ പിക്ചറൊക്കെ വരക്കാണിച്ച് കാണാം. കുട്ടികൾ ഇങ്ങനെ റൈസിംഗ് സൺ വരും, ഒരു ഡോം ആകുന്നത് ഒരു ഹാഫ് സർക്കിളിലെ മുടിയില്ലാത്ത അതുപോലെയാണ് ഈ ബേൾഡ് ഹെഡഡ് ഓഫ് ഷേക്സ്പിയർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലൗഡ്ലെസ് അറ്റ് ഡോൺ സിവിലൈസ്ഡ് ഡോം റൈഡിങ് ഓൾ സിറ്റീസ്. യെസ്, ഈ സൺ എന്ന് പറയുന്നത് എല്ലാ സിറ്റീസിന്റെ ബാക്കിൽ എല്ലാതിന്റെ ബാക്കിലായിരിക്കും നമ്മൾ സൂര്യനെ വരക്കുക. അപ്പൊ അതുപോലെ നമ്മുടെ ഷേക്സ്പിയറിന്റെ ഒരു പോർട്രേറ്റ് അവിടെ ഉണ്ട്. ബെൽ ഫ്ലോറി ടിറോളിസ് വാലി, പിന്നെ ഒരു ടിറോളിസ് വാലി എന്ന് പറഞ്ഞാൽ ഓസ്ട്രിയയിലെ എ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് റിച്ച് വാലി ഇൻ ഓസ്ട്രിയയിലെ വളരെ മനോഹരമായ ഫേമസ് ആൻഡ് പോപ്പുലർ ആയിട്ടുള്ള ഒരു വാലിയാണ് ടിറോളിസ് വാലി എന്ന് പറയുന്നത്. മനോഹരമായ പൂക്കളും പ്രകൃതി കൊണ്ട് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാലിയാണ് ടിറോളിസ്, ഒരുപാട് പച്ചപ്പുള്ള. And also, I just want to tell you something, this Swarovski, the Swarovski crystal world and most popular and famous crystals which born from this Tyrolis Valley as well. And അതവിടെ പറയുന്നില്ല, പക്ഷെ മിസ് പറഞ്ഞത് മാത്രം. Then Belle Fleury, അപ്പൊ അത്രയും മനോഹരമായ ഒരു വാലി, ബ്യൂട്ടിഫുൾ വേൾഡ് അവിടെ തൂങ്ങിക്കിടക്കുന്നു. ഓപ്പൺ ഹാൻഡഡ് മാപ്പ് awarding the world its world. Then ഒരു വേൾഡ് മാപ്പും എല്ലാം ദ വൈഡ് ആൻഡ് ബ്രൈറ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ അത്രയും പിന്നെ എല്ലാം വിശകലനം ചെയ്യുന്ന വലിയൊരു മാപ്പ് അവിടെ കിടക്കുന്നു. ദ വേൾഡ് കിടക്കുന്നു. ആൻഡ് യെറ്റ് ഫോർ ദീസ് ചിൽഡ്രൻ ദീസ് വിൻഡോസ് നോട്ട് ദിസ് മാപ്പ് ദ വേൾഡ്. യെസ്, ഇതൊക്കെ ഈ കുഞ്ഞുമക്കളാണ് കാണുന്നത്. ഈ സ്ലമ്മിന് അപ്പുറം പോവാത്ത, ഈ സ്ലം അല്ലാതെ വേറെ ഒന്നും കാണാത്ത കുട്ടികളാണ് ഈ മാപ്പും ഈ ടിറോളിസ് വാലിയും മഹാനായ ഷേക്സ്പിയറിന്റെ ഫോട്ടോസ് ഒക്കെ കാണുന്നത്. ബട്ട് ഫോർ ദം ഈസ് ദാറ്റ് വേൾഡ്. ആ കാണുന്ന മാപ്പിലുള്ളതാണ് അവരുടെ ലോകം. അല്ല, അവരുടെ ലോകം എന്ന് പറയുന്നത് ആ സ്ലം ആണ്. വാട്ട് എവർ ദേ ആർ സീയിങ് ഔട്ട് ഓഫ് ദിസ് വിൻഡോ ഓഫ് ദിസ് ക്ലാസ് റൂം, ഇറ്റ് ഈസ് ദ സ്ലം ആൻഡ് ദാറ്റ് ഈസ് ദെയർ വേൾഡ്. Were all their futures painted with fog. Yes. അപ്പൊ ഇത്രയും മനോഹരമായ വാലിയുടെ ഫോട്ടോ ഉണ്ട്, മഹാനായ ഷേക്സ്പിയറിന്റെ ഫോട്ടോ ഉണ്ട്, അതുപോലെ തന്നെ വേൾഡ് മാപ്പിന്റെ ഫോട്ടോ ഉണ്ട്. പക്ഷെ ഈ കുഞ്ഞുങ്ങൾക്ക് എന്ന് പറയുന്നത് അവരുടെ ആ ക്ലാസ് റൂമിന്റെ ജനൽപ്പാളികളിലുള്ളിൽ കൂടെ കാണാവുന്ന എന്താണോ അതാണ് അവരുടെ ലോകം. എന്താണ് അവർ കാണുന്നത്? യെസ്, ദേ ക്യാൻ സീ ഓൺലി ദ സ്ലം ആൻഡ് ദ സ്ലം ഈസ് ദ വേൾഡ്. ദേ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദ വേൾഡ്, എനിത്തിങ് അബൌട്ട് ദ വാലി, എനിത്തിങ് അബൌട്ട് ദ ഷേക്സ്പിയർ, nothing, because for them all is like, what's foolish things are hanging on this wall. And here പറയുകയാണ്, were all their futures painted with fog. Yes, അവരാ ജനലിൽ കൂടെ കാണുന്ന ആ സ്ലം, ആ ലോകത്ത് അവരുടെ ഭാവി യെസ് എങ്ങനെയാണ് പുകയാൽ മറക്കപ്പെട്ട അല്ലെങ്കിൽ ഇരുളിൽ അകപ്പെട്ടു പോയ ഭാവി, അതാണ് അവരുടെ ആ ലോകത്ത് ആ സ്ലമ്മിലുള്ളത്. അതായത് there is no hope for nothing. The future painted with a fog എന്നാണ് പറയുന്നത്. ഫ്യൂച്ചർ പെയിന്റഡ് വിത്ത് എ ഫോഗ് എന്ന് പറഞ്ഞാൽ പെയിന്റഡ് വിത്ത് എ ഫോഗ്, അതായത് പുകയാൽ മറക്കപ്പെട്ട ഇരുട്ടിനാൽ മറക്കപ്പെട്ട ആ ഫ്യൂച്ചർ. ദാറ്റ്സ് ഓൺലി awaiting for them there. A narrow street sealed in with a lead sky, far, far from rivers, caves, and stars of words. Yes, what they can see out of this window, a narrow street, the slum, sealed in with lead sky means dark sky. Lead sky here, dark sky, which means dark future of kids without education, without any hope, without proper food and education. Their future is full of dark. They're starting from the dark and they're going to end in the dark as well. So far, far from rivers, caves, and star of words. Star of means here education. So all these things as education, nature, river, caves, ഇതൊക്കെ പറയുന്നത് എന്താ പറയുക, എന്തിനെയാണ്? നേച്ചറിനെയാണ്. അതുപോലെ തന്നെ സ്റ്റാർ ഓഫ് വേർഡ്സ് എഡ്യൂക്കേഷൻ ആണ്. ഇതിൽ നിന്നെല്ലാം അവർ ഒത്തിരി ദൂരെയാണ്. Surely Shakespeare is wicked. The map a bad example, with ships and sun and love tempting them to steal. 4 leaves that slyly turn in their crambled holes from fog to endless night. എന്താ പറയുന്നത്? Surely തീർച്ചയായിട്ടും ഷേക്സ്പിയർ is wicked. For them ഷേക്സ്പിയർ എന്ന് പറയുന്നത് is wicked. ഓഫ് കോഴ്സ് നമ്മൾ മഹാനായ ഷേക്സ്പിയർ എന്ന് പറയുന്നെങ്കിൽ അവർക്ക് ഷേക്സ്പിയർ ആരുമല്ല, ഒന്നുമല്ല, വിക്ഡ് ആണ്. അതുപോലെ തന്നെ the map a bad example, world map, wow, world map, no, what's that? ഞാൻ ആദ്യം പറഞ്ഞ പോലെ it's a bad example for them, with ships and sun and love tempting them to steal. Yes, here
with ships and sun and love. Underline that. Which is an expression. ആ എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് പറയുന്നത്, ഈ വിത്ത് ഷിപ്സ് ആൻഡ് സൺ ആൻഡ് ലവ് അതൊരു എക്സ്പ്രഷൻ ആണ്. അത് ജോയ് ആൻഡ് ഹാപ്പിനെസ് ദ ചിൽഡ്രൻ ദ ക്യാൻ ഡിപ്രൈവ്ഡ് ഓഫ്, അവർക്ക് കിട്ടേണ്ട അവർ ആഗ്രഹിക്കുന്ന ഡിസയർ ചെയ്യുന്ന ഈ ജോയ് ആൻഡ് ഹാപ്പിനെസ്, അതിനെയാണ് നമ്മൾ ഈ ഷിപ്സ് ആൻഡ് സൺ ആൻഡ് ലവ്, ആ റിച്ച്നെസ് ഓഫ് ദ വേൾഡ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടെംപ്റ്റിംഗ്, ഈ സംഭവങ്ങൾ ഇവരെ ടെംപ്റ്റ് ചെയ്യുന്നു. ദം ടു സ്റ്റീൽ, മോഷ്ടിക്കുവാൻ, അത് മോഷ്ടിക്കുക ഉദ്ദേശിച്ചത് മോഷ്ടിക്കുവാൻ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക നല്ലതല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ടെംപ്റ്റേഷൻ ആണ് ഇവർക്ക് ഇതെല്ലാം. ദെൻ ഫോർ ലീവ്സ് ദാറ്റ് സ്ലൈലി, യെസ്, ഫോർ ലീവ് ദാറ്റ് സ്ലൈലി മീൻസ് ട്രിക്കിലി ടേൺ ഇൻ ദർ ക്രാംപിൾഡ് ഹോൾസ്. ക്രാംപിൾഡ് ഹോൾസ് ഇവിടെ ഉദ്ദേശിക്കുന്ന കൺഫൈൻഡ് ഹോൾസ്, ഇവിടെ ഉദ്ദേശിക്കുന്ന അവരുടെ ഹോം ഇസ് ലൈക്ക് എ ക്രാംപിൾഡ് ഹോൾസ്. വീടെന്നൊന്നും പറയാൻ പറ്റില്ല, ഇറ്റ്സ് ലൈക്ക് എ ക്രാംപിൾഡ് കൺഫൈൻഡ് ഹോൾസ്. ഓക്കെ, വീടിനെ അങ്ങനെയാണ് പറയാ, വീട് പോലെ ഒരു രൂപം തോന്നിക്കുന്ന, പിന്നെ കണ്ടിട്ടില്ലേ സ്ലമ്മിലത്തെ വീടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പൊന്നും ഉണ്ടാവില്ല, ഈ ഷീറ്റൊക്കെ വെച്ചിട്ട് കെട്ടിപ്പൂട്ടിയ ഒരു കൂട്. ഓക്കെ, അപ്പൊ അവിടെ ജീവിക്കണ്ടേ, അപ്പൊ അതിന് വേണ്ടിയിട്ടും ഈ പുറം ലോകത്തെ മോഹിപ്പിക്കുന്ന ഈ ഷിപ്സ് ആൻഡ് സൺ ആൻഡ് ലവ്, ഇത്രയും ജോയ്നെസ്, ദ റിച്ച്നെസ് ഓഫ് ദ വേൾഡ് വിച്ച് ഇസ് ടെംപ്റ്റിംഗ് ദം ടു സ്റ്റീൽ ഓർ ഡു സംതിങ് അതർ വിച്ച് ഇസ് നോട്ട് ഗുഡ്. And their live, അവരുടെ ജീവിതം എന്ന് പറയുന്നത് ലൈഫ് ഈസ് ലൈക്ക് വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം ദ ഫോഗ് ആൻഡ് ടു ദ ഡാർക്ക്നെസ്. യെസ്, ഇരുളിൽ നിന്ന് തുടങ്ങി ഇരുളിലേക്ക് തന്നെ പോകുന്ന ജീവിതം. ദാറ്റ് മീൻസ് ഓൾ എൻറ്റയർ their life is darkness without any hope, by the way. Yes. On their slag heap, these children wear skins peeped through by bones and spectacles of steel, with mended glass like bottle bits on stones. പിന്നെ പറയണത് അവരുടെ ആ കുട്ടികളുടെ അവസ്ഥ പറയണം. ഓൺ ദെയർ സ്ലാഗ് ഹീപ്പ് വീക്ക്, ബട്ട് സ്ലാഗ് ഹീപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് വീക്ക് ബോഡി. ഹീപ്പ് ഇതൊക്കെ കമ്പാരിസൺ ആണ് ഇവിടെ. അവരുടെ ശരീരത്തിന് എങ്ങനെയാ പറഞ്ഞത്, സ്ലാഗ് ഹീപ്പ്, ആ ഒരു വീക്ക് ആയിട്ടുള്ള ആ ഒരു ബേർഡൻ, ആ ഒരു ഹീപ്പ്. Then these children with mended glass, where skins peeped through by bones and അവരുടെ സ്കിൻ എന്ന് പറയുന്നത് ഈ ഹീപ്പ്, ഈ ഒരു വീക്ക് ആയിട്ടുള്ള ഈ ഒരു സംഭവത്തെ റാപ്പ് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റോ എന്താ അങ്ങനെ വേണമെങ്കിൽ പറയും ഈ തോലിന്. അങ്ങനെയുള്ള ഒരു രൂപം, അതായത് മാൽ ന്യൂട്രീഷൻ, ദേ ഡോണ്ട് ഹാവ് ഇനഫ് പ്രോപ്പർ ഫുഡ്. അപ്പൊ ഈ മാൽ ന്യൂട്രീഷൻ വെച്ചിട്ട് അസ്ഥിക്കൂടം പോലത്തെ ഈ മാംസമൊന്നും ഇല്ലാതെ തൊലി മാത്രം, എല്ലും തോലും എന്ന് പറയില്ല, എല്ലും തോലുമായ ഒരു ശരീര രൂപം, അതാണ് മലയാളത്തിൽ പറയേണ്ടത്. അതിന്റെ മേലെ ഇനി ഗ്ലാസ് ഉള്ള കുട്ടികൾ, ഗ്ലാസ് വെച്ചത് പറയുന്നത് സ്പെക്ടക്കിൾസ് ഓഫ് സ്റ്റീൽ വിത്ത് മെൻഡഡ് ഗ്ലാസ്. യെസ്, സ്റ്റീലിന്റെ സ്പെക്ടക്കിൾസ് ആണ്, അതായത് ദ ചീപ്പസ്റ്റ് വൺ. മെൻഡഡ് ഗ്ലാസ് ലൈക്ക് ബോട്ടിൽ ബിറ്റ്സ് ഓൺ സ്റ്റോൺസ്, അതായത് ഗ്ലാസ് വെച്ചൊരു കുട്ടിയെ കാണുമ്പോൾ എങ്ങനെയാ പറയണത്, ഈ കല്ലുമലൊക്കെ ബോട്ടിൽസിന്റെ പീസസ് കിടക്കൂലേ, അതുപോലെ ആണ് ഈ ഗ്ലാസും കുട്ടിയും കൂടി കാണുമ്പോൾ തോന്നുന്നത്. All of their time and space are foggy slum. Which all of these things എല്ലാം കൂടി പറയുന്നത് വെച്ചാൽ every entire time, അവരുടെ സമയവും അവരുടെ മൊത്തം ലൈഫ് ആർ ഫോഗി സ്ലം. അവരുടെ ജീവിതം, അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഇസ് എ ഫ്ലോഗിസം. ഈ ഫ്ലോഗി, ഈ മൂടപ്പെട്ട എന്താ പറയുക പുകഞ്ഞ അല്ലെങ്കിൽ ഇരുണ്ട ഈ സ്ലം ആണ്. A blot their map. So blot their maps with slum as big as doom. Yes. Doom means as disaster. അതായത് വേൾഡ് മാപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നമ്മളോട് പറയണേ ബ്ലോട്ട്, സ്പ്ലോട്ട്, അതായത് ബ്ലോട്ട്, സ്പോട്ട് വിത്ത് ബ്ലോട്ട് എന്ന് പറഞ്ഞാൽ മാർക്ക് വിത്ത് എ സ്പോട്ട്, നമ്മൾ മാർക്ക് ചെയ്യുക. ബ്ലോട്ട്, നിങ്ങൾ മാപ്പിൽ ബ്ലോട്ട് ചെയ്യൂ, അവിടെ മാർക്ക് ചെയ്യൂ, സ്പോട്ട് ചെയ്യൂ. ദെയർ മാപ്സ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. സ്ലം ആസ് ബിഗസ്റ്റ്, ഒരു ഡിസാസ്റ്റർ ആയിട്ട് ഇങ്ങനെ ഒരു വേൾഡ് മാപ്പിൽ നിങ്ങൾ നോട്ടീസ് ചെയ്യൂ, മാർക്ക് ചെയ്യൂ, ഒരു ഡിസാസ്റ്റർ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ദാറ്റ് ഈസ് ദ സ്ലം. ആൻഡ് ദർ ഈസ് എ വേൾഡ്, there is people, there is children which like disaster, ഒരു കാറ്റസ്ട്രോഫി പോലെയുള്ള ഒരു ലോകമുണ്ട്. അവിടെ പ്രതീക്ഷയില്ലാതെ, ജീവിതമില്ലാതെ, വിദ്യാഭ്യാസമില്ലാതെ, ഒന്നുമില്ലാതെ കഴിയുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. മാർക്ക് ചെയ്യൂ വേൾഡ് മാപ്പിൽ പറയുകയാണ്. Then unless governor, inspector, visitor, this map becomes their window, and these windows that shut upon their lives like catacombs. ഇനി ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ ശ്രദ്ധ ക്ഷണിക്കണം. ഗവർണർ, ഇൻസ്പെക്ടർ, വിസിറ്റർ, ഹൂ എവർ
പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ദെൻ ബ്യൂറോക്രാറ്റിക്സ് പീപ്പിൾ, കോപ്പറേറ്റീവ് പീപ്പിൾ, പല ആൾക്കാരുണ്ട് സൊസൈറ്റിയിൽ. ഇതിന് അധികാരപ്പെട്ടവർ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്നവർ, മാറ്റം കൊണ്ടുവരാൻ അവരിലേക്ക് ശ്രദ്ധ വരികയാണ്. This map becomes their window, and this window that shut upon their lives like a cat. Yes, ഇതാണ് ഇവരുടെ ലോകം, ഇതാണ് ഇവരുടെ മാപ്പ്. ഈ വിൻഡോ ഇത് അവർ അടച്ചിരിക്കുകയാണ്. അതായത് ചെയ്യാൻ കഴിയുന്നവരെ പറ്റുന്നവരൊക്കെ അടച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അടച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് കാറ്റഗോംസ്. കോംസ് എന്ന് പറഞ്ഞാൽ എ കൈൻഡ് ഓഫ് സെമിട്രി. ഇറ്റ്സ് ലൈക്ക് അണ്ടർഗ്രൗണ്ട്. ഓക്കെ, ജസ്റ്റ് സ്മോൾ വിൻഡോസ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട് ഇറ്റലിയിലാണോ എന്ന് സംശയമുണ്ടത്. അത് എന്താ പറയാ, താഴെ ഉള്ളിലേക്കാണ്, ആ സെമിട്രി ഉള്ളിലാണുള്ളത്. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോയി ഉള്ളിലേക്ക് പോകണം. പക്ഷെ നമുക്ക് കുഞ്ഞു കുഞ്ഞു വിൻഡോസ് മാത്രമേ പുറത്ത് കാണാൻ പറ്റുള്ളൂ. അതുപോലെ ലോകം ഇവർക്ക് നേരെ ജനല് കൊട്ടിയടച്ചിരിക്കുകയാണ്. ഇവരെ ഒരു കാറ്റഗോംസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. Break open till they break the town and show the children to green fields and make their world. Okay, പറയാണ്, പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് എത്രത്തോളം നമുക്ക് മാക്സിമം ഇവരുടെ ഈ വിൻഡോസ് തകർക്കാൻ പറ്റും അത്രത്തോളം തകർത്ത് അവരെ കൊണ്ടുവരിക. ഷോ ദം, അവർക്ക് കാണിച്ചു കൊടുക്കുക. ഷോ ദ ചിൽഡ്രൻ ടു ഗ്രീൻ ഫീൽഡ്സ്. ലെറ്റ് ദം ഫ്ലൈ ഇൻ ദ നേച്ചർ. ഈ പ്രകൃതിയെ അവരറിയട്ടെ. ഈ പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് അവരെ വലിച്ചെറിയൂ. എന്നിട്ട് ഗ്രീൻ ഫീൽഡ്സ്, അവർക്ക് പുസ്തകങ്ങൾ. ഗ്രീൻ ഫീൽഡ്സ് ഈസ് ഓൾ അബൌട്ട് ഹിയർ നേച്ചർ ആൻഡ് വാട്ട് എവർ യു ക്യാൻ ഗെറ്റ് ഫ്രം ദ നേച്ചർ. ദാറ്റ് ഈസ് വാട്ട് ഹി മീൻ ബൈ ഗ്രീൻ ഫീൽഡ്സ്. ആൻഡ് മേക്ക് ദെയർ വേൾഡ് റൺ azure on gold sands. Yes, run azure on gold sands and let their tongues run naked into books. The white and green leaves open. ഇവിടെ പറയുകയാണ് run azure on gold plants. Another expression, another use, run azure on gold plants, which means അതായത് ഈ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഈ ഇമ്പോസിബിലിറ്റിയിൽ നിന്നും ഓടുക എന്നാണ്. ഈ റൺ അഷൂർ ഗോൾഡ് പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഷൂർ എന്ന് പറഞ്ഞാൽ എ കളർ ഓഫ് സഫയർ ആണ്. അപ്പോൾ ഈ മരുഭൂമിയിലെ മണലിൽ നിങ്ങൾ സഫയർ തപ്പിയാൽ കിട്ടുമോ? ഇല്ല, കിട്ടില്ലല്ലോ. അത് ഇമ്പോസിബിൾ ആണ്. അപ്പൊ ആ ഇമ്പോസിബിലിറ്റിയിൽ നിന്നും നിങ്ങൾ ഓടുക. അവിടെ നിന്ന് റൺ അവേ. ദെൻ ലെറ്റ് ദെയർ ടങ്സ് റൺ നേക്ഡ് ഇൻ ടു ബുക്സ്. യെസ്, എന്നിട്ട് എങ്ങോട്ടാണ് അവർ ഓടിപ്പോണ്ടത്? റൺ നേക്ഡ് ഇൻ ടു ബുക്സ്. യെസ്, നേക്ഡ്, ഇവിടെ നേക്ഡ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇൻ ടു ബുക്സ്, യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ, ദാരിദ്ര്യത്തിന്റെയോ ഇല്ലായ്മയുടെയോ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ, നേക്ഡ്, നത്തിങ് കവേർഡ്. ഓക്കെ, ദെൻ യെസ്, പോകൂ, പുസ്തകത്തിന്റെ ലോകത്തേക്ക് പോകൂ, അക്ഷരത്തിന്റെ ലോകത്തേക്ക് പോകൂ. വിദ്യാഭ്യാസം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേഷൻ. ദ വൈറ്റ് ആൻഡ് ഗ്രീൻ ലീവ്സ് ഓപ്പൺ. ഏതൊക്കെ? വൈറ്റ് വിച്ച് മീൻസ് ബുക്സ് ആൻഡ് ഗ്രീൻ നേച്ചർ. ബുക്കിന്റെയും പ്രകൃതിയുടെയും. വിദ്യാഭ്യാസവും പ്രകൃതിയും. വിദ്യാഭ്യാസം ആകുമ്പോൾ അറിവായി, പ്രതീക്ഷയായി. ദെൻ ഗ്രീൻ, ആരോഗ്യമായി, അല്ലെ? നേച്ചർ ഇസ് രണ്ടുമാണ് അവർക്ക് ഇല്ലാത്തത്. ഇത് രണ്ടിലേക്കും അവരെ വലിച്ചെറിയൂ. ദെൻ ഹിസ്റ്ററി there whose language is a sun. Yes, another expression, language is a sun. അതായത് സണ്ണിനെ പോലെ ആ വാംത്തും അവര് ഹൃദയം, അവര് ഹിസ്റ്ററി, അവര് ചരിത്രം എഴുതട്ടെ, അവര് ചരിത്രം ഉണ്ടാക്കട്ടെ. ആ ചരിത്രം സൂര്യനെ പോലെ വാംത്തും സ്ട്രോങ്ങും ആകട്ടെ. ഇങ്ങനെയാണ് നമ്മുടെ പോം ഇവിടെ അവസാനിക്കുന്നത്. വളരെ മനോഹരമായ ഒരു പോമാണ്. വളരെയധികം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ ഒക്കെ വരുന്ന ഒരു പോമാണ്. അപ്പൊ നന്നായി വായിക്കുക. ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ട്, ഒരുപാട് ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ട്. നന്നായി വായിച്ചിട്ട് മനസ്സിലായത് കമന്റ് ചെയ്യുക. ഏതൊക്കെ ഫിഗർ ഓഫ് സ്പീച്ച് നിങ്ങൾ കണ്ടെത്തിയെന്ന് കമന്റ് ചെയ്യണം. തിരിച്ച് ഞാനും അപ്പൊ കമന്റ് ചെയ്യാം ഏതൊക്കെയാണ് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ. പാഠം നന്നായി വായിക്കാം. In the poem you should read very well, then find out what is the things that are hiding in these lines. Okay, it's a very interesting game by the way. So I hope all of you enjoy this poem. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വായിക്കണം എങ്കിലേ ഇതുപോലെയുള്ള പോയിംസ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ, എഴുതാൻ പറ്റുള്ളൂ. പതിവ് പോലെ ഈ പോം നന്നായി വായിക്കുക. 3 times എങ്കിലും വായിക്കുക. ഒരു പേപ്പർ എടുക്കുക, എഴുതുക. വാട്ട് എവർ യു അണ്ടർസ്റ്റാൻഡ്. വായിച്ചിട്ട് എന്താ മനസ്സിലാകാണ്ട് എഴുതിക്കോ. അതൊരു ക്വസ്റ്റ്യൻ അല്ല, ആൻസർ അല്ല, പാരഗ്രാഫ് അല്ല, എസ്സേ അല്ല. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് എഴുതുക. അതോടുകൂടി എല്ലാം തീർന്നു. പിന്നെ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ എഴുതും. സോ സീ യു ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ. Stay tuned now.